ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന 20 രൂപയിലൊന്ന് കഴിച്ചുകൂടാൻ പറ്റുമെന്ന് നോക്കാനാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് 4 കടമകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഫുഡ് കണ്ടെത്തണം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എന്തായിരുന്നാലും ഫുള്ളൊന്ന് വൃത്തികേടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെന്തായിരുന്നാലും സർവീസിന് കൊടുക്കുകയാണെങ്കിൽ 100 രൂപ അടുപ്പിച്ച് വരും. നമ്മൾ എന്തായിരുന്നാലും അതൊന്നും തന്നെ വക വരുത്താതെ തന്നെ നമ്മൾ ഇന്ന് സർവീസ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. മൂന്നെന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകണം. ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നതിന് ശേഷം തന്നെ നാലാമത് ഒരു അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളൊക്കെ ഒന്നും കൂടെ ചേർത്തിട്ട് നമ്മൾ അതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ തന്നെ നമുക്ക് ഈ ഒരു 20 രൂപയിൽ കഴിയോ ഇല്ലയോ എന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. പൊതുവേ അതല്ലാത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ ജീവിക്കുന്നത്. ഇന്ന് വീഡിയോന് വേണ്ടിയിട്ടാണ് 20 രൂപയ്ക്ക് നമ്മൾ ജീവിക്കാനായിട്ട് പോകുന്നത്. അതെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ 20 രൂപയിൽ കഴിഞ്ഞു കൂടുമ്പോൾ തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തന്നെ 20 രൂപയ്ക്ക് നമുക്ക് മുതലാകുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു കടയാണ്. 2 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഭൂരി കിട്ടും. അപ്പോൾ ആ ഒരു ഭൂരിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഭൂരിയും കറിയൊക്കെ കഴിച്ച് ബാക്കി എത്ര രൂപ വരും നോക്കാം. ബാക്കി ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ദിവസം മുഴുവനും 20 രൂപയിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും കഴിഞ്ഞു കൂടാനായിട്ട് പോകുന്നത്. നിലവിൽ നമ്മുടെ കൈവശമുള്ളത് 20 രൂപയാണ് കേട്ടോ. 20 രൂപയും കൊണ്ട് നമ്മൾ ഭൂരി കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ സുബഹി പുലർച്ചെ 5 മണി ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും നമുക്ക് ഭക്ഷണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 ഭൂരി മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2 ഭൂരി കഴിക്കാനായി നമുക്കായ വില എന്ന് പറയുന്നത് 4 രൂപയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് ടോട്ടൽ കൈവശമുള്ളത് 16 രൂപയാണ്. ചെറിയ രീതിയിലുള്ള ടാസ്ക് ഒക്കെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് 100 രൂപ വില വരുന്ന രീതിയിലുള്ള ടാസ്ക് ഒക്കെ വരുന്നത്. 16 രൂപ ഉള്ള നമ്മൾ എങ്ങനെ 100 രൂപയുടെ സർവീസ് ചെയ്യുക? അതിനല്ലേ വ്ളോഗർ എഫ് സി ഇവിടെ ഉള്ളത്. അത് നമ്മൾ നമ്മുടേതായ റിസ്കിലാണ് കേട്ടോ നമ്മളിന്ന് ചെയ്ത് നമ്മൾ കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് കേട്ടോ ആദ്യം ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ്. ഇന്ന് നമുക്ക് ചിലവില്ല, ഇനി വരുമ്പോൾ ചിലവായിരിക്കും എന്തോ. ഇന്ന് ചിലവില്ല, അപ്പോൾ ഫുഡ് കൊടുക്കണം ഇതിനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഭൂരി കഴിച്ചിട്ട് നമ്മൾ എന്തായിരുന്നാലും വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് തന്നെ ഏകദേശം ആവുന്ന 100 രൂപയാണല്ലോ. നിലവിൽ തന്നെ നമ്മളുടെ പൈസ എന്ന് പറയുന്നത് 4 രൂപ നമ്മൾ ഭൂരി കഴിക്കാനായിട്ട് കൊടുക്കും. ബാക്കി 16 രൂപ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇനി ഈ 2 രൂപയ്ക്ക് നമുക്ക് ഷാമ്പു മേടിച്ചിട്ട് തന്നെ നമുക്ക് തന്നെ സർവീസ് ചെയ്യാം. കാരണം എന്ന് പറയുന്നത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 100 രൂപയുടെ മുകളിലാവും. അപ്പോൾ അതും കൂടെ നമുക്ക് എന്തായിരുന്നാലും ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടാവും, ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ ആ ഷാമ്പു മേടിച്ചിട്ട് തരാം. ഗൈസ്, നമ്മളെ കൂടെ റയാനുണ്ട്. ഗൈസ്, നമ്മളിന്ന് എത്ര രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഷാമ്പു വാങ്ങാൻ പോണേ. റയാനെ വിട്ട് വാങ്ങാം. ഞാൻ പോയി വാങ്ങിയ നാണക്കേടാവല്ലേ റയൂ. പുതിയ കടയാണ് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരമുള്ള വാങ്ങിട്ട് പെട്ടെന്നോ. ₹1 2 വാങ്ങി. അപ്പോൾ ഇപ്പൊ നമ്മളുടെ അടുത്ത് നിലവിലെ ബഡ്ജറ്റ് 14 രൂപയാണ് കേട്ടോ. നിലവിലെ ടാസ്ക് കുറച്ച് ഈസി ആണെങ്കിൽ പോലും തന്നെ ഇനി വരാൻ പോകുന്ന ടാസ്ക് ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള കുറച്ച് കട്ടി കൂടിയ ടാസ്ക് ഒക്കെയാണ് കേട്ടോ ഇനി വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു രീതി എത്തുമ്പോഴത്തേക്ക് നമ്മുടെ 14 രൂപ ബഡ്ജറ്റ് ഇനി അതിന് തികയുമോ അതോ ഇനി പൈസ ആവശ്യം വരുമോ നമുക്ക് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടാസ്ക്കായ ബൈക്ക് സർവീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതെന്തായിരുന്നാലും സർവീസ് സെൻറ്ററിൽ അത്രയ്ക്കും മറ്റേ പവറുള്ള മെഷീൻ വെച്ച് അടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായിരുന്നാലും അത് നല്ല രീതിയിൽ അടിക്കൊക്കെ പോകും. പക്ഷേ ഇത് പറ്റുന്ന രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പച്ച നീല. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടേ. 2 സംതിങ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ചേർക്കണമെന്ന് പറഞ്ഞ്. അത് നമുക്ക് തന്നെ ചേർക്കേണ്ടി വന്നില്ല. റയാന് വയ്യ. ഇപ്പോൾ നമ്മളെ 4ാമത്തെ ടാസ്ക് ഇപ്പോൾ 3ാമത് കയറിയെന്നേ ഉള്ളൂ. അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കണം. ആശുപത്രി കൊണ്ട് പിന്നെ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അല്ലേ. ഒരു കയ്യബദ്ധം
നമ്മൾ ഓരോ കണക്ക് കൂട്ടലനുസരിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെറിയ രീതിയിലുള്ള പണി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേളയിൽ തന്നെ നമുക്ക് പണി കിട്ടുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വില്ലനായിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പെട്രോളാണ്. നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇന്ന് ചിലവാക്കാനുള്ള ക്യാഷ് എന്ന് പറയുന്നത് 14 രൂപയാണ്. നമ്മൾ ആ ഒരു ക്യാഷിന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്ന OP ടിക്കറ്റ് എടുക്കാൻ 5 രൂപയെങ്കിലും ആവുമെന്നാണ് കരുതിയത്. നോക്കിയപ്പോൾ തന്നെ നമുക്ക് കൊച്ചു ചെറുക്കനായതുകൊണ്ട് നമുക്ക് എന്തായിരുന്നാലും OP ടിക്കറ്റ് പൈസ കൊടുക്കേണ്ടി വന്നില്ല. പൈസ എടുക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും തന്നെ നമ്മുടെ സമയം അവിടെ അധികം കൊടുക്കേണ്ടി വന്നു എന്നുള്ള ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ തിരക്കായിരുന്നു നമ്മൾ പോയ ആ ഒരു ടൈം ഉണ്ടായിരുന്നത്. അവിടെ കിട്ടിയ സ്ഥലത്ത് തന്നെ റയാനെ ഇരുത്തിയതിനു ശേഷം കുറച്ചധികം ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകേണ്ടായി. ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലാവണേ. റയാന് വയ്യാത്തോണ്ടാണ്, പിന്നെ ഛർദ്ദിച്ചുകൊണ്ട് തന്നെ അരമണിക്കൂർ ഒരു മരുന്ന് കൊടുത്തിരിക്കുന്നു. വീണ്ടും ഛർദ്ദിക്കുകയാണെങ്കിൽ കാണിച്ചിട്ട് പോകാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റിംഗ് ആണ്. ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ റയാനെ കാണിച്ചതിന് ശേഷം നമ്മൾ തിരികെ നേരെ വീട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ അതെന്ത് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. കാരണം നമ്മളുടെ അടുത്ത് ഇപ്പോൾ വെറും 14 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ എന്താ കഴിക്കാൻ കിട്ടുമെന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും തന്നെ നമ്മുടേതായ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ബിരിയാണി ഉമ്മ എന്തായിരുന്നാലും റയാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമുക്കിന്നില്ല, ബാക്കിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് വൈകിട്ടൊരു ട്രിപ്പാണ്. ഓക്കെ, 20 രൂപയിൽ തുടങ്ങിയ ബഡ്ജറ്റ് നമുക്കിപ്പോൾ 14 രൂപയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ 3 ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ടാസ്ക് ആണ് കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോവുക. എൻ്റെ കൈവശമുള്ളത് 14 രൂപയാണ്. 14 രൂപ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ നമുക്ക് പെട്രോൾ അടിക്കേണ്ടതായിരിക്കുന്നു. 14 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആയിരുന്നു കേട്ടോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ പമ്പിലും തന്നെ ചിലപ്പോൾ മിനിമം ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും 50 രൂപ എന്നുള്ള ഒരു നിരക്കിൽ തന്നെ. അപ്പോൾ ആ ഒരു രൂപയാണ് അവനും പറഞ്ഞത് കേട്ടോ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് എന്തായിരുന്നാലും ഈ ഒരു ഐഡിയ വന്നത്. സുഹൃത്തിൽ നിന്ന് തന്നെ നമുക്ക് 10 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവന്റെ വണ്ടിയിൽ നിന്ന് നമുക്ക് കുറച്ച് പെട്രോൾ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്തായിരുന്നാലും ട്രിപ്പ് പോകാമല്ലോ. 10 രൂപയ്ക്ക് തന്നെ പല വഴിയിൽ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ട്രെയിൻ യൂസ് ചെയ്ത് നമുക്ക് മെമുലൊക്കെ വർക്കലൊക്കെ പോകാൻ കഴിയും. പക്ഷെ നമ്മൾ അതെന്തായിരുന്നാലും ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ അടുത്ത ഏതെങ്കിലും സ്ഥലത്തുനിന്ന് പോകാന്നാണ് കേട്ടോ നമ്മൾ കരുതുന്നത്. 10 രൂപ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ട്രാൻസ്പോർട്ടിനൊക്കെ വളരെ ഉപകാരപ്പെടും നമുക്ക് ആ ഒരു 10 രൂപ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് 20 രൂപയുടെയും അതുപോലെ തന്നെ 10 രൂപയുടെയും എല്ലാ 1 രൂപയ്ക്ക് പോലും തന്നെ അതിൻ്റെതായ വില ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ കുറച്ച് പെട്രോള് നമ്മുടെ വണ്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 10 രൂപ കണക്കെന്നുള്ള ഒരു രീതിയിൽ കുറച്ചൊഴിച്ച് നമ്മളങ്ങനെ പെട്രോള് ഒഴിച്ചതാ കണ്ട കുറച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കറങ്ങാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അതായത് നമ്മളെ ഭീമാപള്ളിയിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ നാനാ മതസ്ഥർക്ക് എല്ലാവർക്കും തന്നെ വന്നിരുന്ന് കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. 1 രൂപ ചിലവില്ല. നമുക്ക് വന്നിരുന്ന് 10 രൂപയ്ക്ക് കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉറൂസിൻ്റെ തിരക്കാണ് കേട്ടോ ഇപ്പം. വൈകുന്നേര സമയങ്ങളിൽ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലമാണ്. ഇതല്ലാതെ വേറെ ഇനിയുണ്ട് ലൊക്കേഷൻ. നമ്മളെ സ്പ്ലെൻഡർ ചെറിയൊരു പെട്രോളിൻ്റെ മണം കിട്ടിയാലും നമ്മളെ സ്ഥലത്തോട്ട് എത്തിക്കുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഇതുവരെ നമ്മളെ ഇങ്ങനെ വഴിയിലാക്കിയിട്ടില്ല. നമ്മൾ എന്തായിരുന്നാലും ആ ഒരു രൂപത്തിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ കാണിച്ചത് ഒരു ലൊക്കേഷനാണ് ഭീമാപള്ളി. ഇനിയിപ്പോൾ അടുത്ത 2 ലൊക്കേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എന്തായിരുന്നാലും 10 രൂപ പെട്രോളിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്ലെയിനിൻ്റെ വ്യൂ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ഇറങ്ങുന്നതും അതുപോലെ തന്നെ പൊങ്ങുന്നതും കാണാൻ കഴിയും. നമ്മളെ പൊന്നറ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് പൊങ്ങുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നതും കാണാൻ കഴിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ വലിയതുറ പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ലൂക്ക് എന്നാണ് പേര്. ഇൻട്രോഡ്യൂസ് യുവർസെൽഫ്. Hi, I'm Luca. I'm from Italy. And I just met my friend here, and he took me to the beach with his motorbike, and he was like such a nice person. And really nice to meet you, my friend. Yes. Okay, thank you. Let's click some photos there. Oh yeah, definitely, yes.
അപ്പോൾ നമുക്ക് ലൂക്ക് ബ്രോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് കമ്മിങ് ടു ഭീമാപള്ളി ജസ്റ്റ് ഫോർ ക്ലിക്കിംഗ് ഫോട്ടോസ്. Okay, later, yes, we can. Yes. നമ്മുടെ വലിയതറ പാലം ഇതുപോലെ പൊട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ആരെയും അങ്ങോട്ട് വിടാത്തത്. നല്ല രീതിയിൽ തന്നെ കടലടി കാരണമാണ്. പിന്നെ നമ്മുടെ ലൂക്ക് ബ്രോ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മുടെ ഭീമപള്ളി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കൊണ്ടുവന്നേ. I think you do like that. You have to say Buonissimo means so good in Italian. So good. Really nice, man. gracias. Grazie a te, my friend. Grazie a te, amico. നമ്മുടെ വീട് എത്താറായപ്പോഴത്തേക്കും പെട്രോൾ തീർന്നു. ഇനി കുറച്ച് തള്ളിയിട്ട് പോവാം. അപ്പോൾ അത്ര തന്നെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും പൈസയുടെ മൂല്യം എത്രയാണെന്ന് അറിയിച്ച ഒരു ദിവസം കൂടിയാണ് കേട്ടോ കടന്നുപോയത്. നമ്മുടെ 20 രൂപ ചിലവിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്തത് 4 രൂപ ആയിരുന്നു. ശേഷം തന്നെ നമ്മുടേതായ ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ലൂക്കിനും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് അധിക ചിലവൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 4 രൂപ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസം എടുക്കുന്ന ചിലവിനുള്ള പൈസ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് കേട്ടോ.